പാലക്കാട്ട് ഒരു അപകടത്തിൻ്റെ വാർത്ത. അവിടെ ട്രെയിൻ ഇടിച്ച് കാട്ടാനയ്ക്ക് പരിക്ക് പറ്റി. കൊട്ടേക്കാടിന് സമീപമാണ് അപകടം നടന്നത്. വനപാലക സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ആന. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു. നിഖിൽ പ്രമേഷ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെയാണ് ഈ കൊട്ടേക്കാട് വെച്ച് ഈ ആനയെ ട്രെയിൻ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കൃത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ള ഈ പാളത്തിൽ ഇവിടെ വെച്ചാണ് ആനയെ ട്രെയിൻ ഇടിച്ചത്. അതായത് ഈ ഭാഗത്തിലൂടെ ജനവാസ മേഖലയാണ്, അതിലൂടെ കയറി വരികയായിരുന്നു ഈ കാട്ടാന. ആ സമയത്താണ് ഈ കാട്ടാനയെ ട്രെയിൻ ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആന ഇതിനുശേഷം ഈ വനത്തിനകത്തേക്ക് കയറിപ്പോയി എന്നുള്ളതാണ് വനപാലകർ പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ നിരീക്ഷണത്തിലാണ് നിലവിൽ ഈ ആനയുള്ളത്. ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെറ്ററിനറി സർജനോട് ഇവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിലവിലത്തെ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ജനവാസ മേഖലയിലൂടെ ഇപ്പം എൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ഈ മേഖലയിലൂടെയാണ് ഈ കൊമ്പന്മാർ 6 ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 6 ആനകളിൽ ഒരു കൊമ്പനെയാണ് ഈ ട്രെയിൻ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ട ആളുകളാണ്? എപ്പോഴാണ് ഇത് സംഭവം? 3-3:30 ഇടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കൊട്ടേക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടാണ്. ഇതിൻ്റെ മുന്നും ഇവിടെ ആനകൾ പെട്ടിട്ടുണ്ട്, ചത്തിട്ടുണ്ട്. ആനകൾക്ക് അപകടം പറ്റിയാൽ 3 മാസത്തിൽ കൂടുതൽ ഒരു ആന ജീവിച്ചിരിക്കില്ല. ഈ ആനയുടെ വലത് കാലിനകത്താണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ കൃഷിസ്ഥലങ്ങളിൽ സ്ഥിരമായി വരുന്ന ആനകളാണ്. ആന പറഞ്ഞാൽ കൂട്ടമാണ്. ഇതിനകത്ത് 6 ആനകൾ വന്നു ഇത് കിടക്കുന്ന സമയത്ത് 3-3:30 ഇടയിൽ ലോഡിംഗ് വണ്ടിയാണ് ഇടിച്ചിരിക്കുന്നത്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെയാണ്. ഇപ്പം ആനയ്ക്ക് ആവശ്യം വെള്ളമാണ്. ഈ വെള്ളം പറയുന്ന സാധനം ഇവിടെ ഇല്ല. ഭക്ഷണം ഇല്ലെങ്കിലും വെള്ളം കിട്ടണം. ഈ ആന ഏതായാലും അടിപെട്ടിരിക്കുന്നതനുസരിച്ചുകൊണ്ട് 3 മാസത്തിൽ കൂടിയിരിക്കില്ല. ആ സാധനം ചത്തിരിക്കും. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഫോറസ്റ്റുകാർ ചെയ്യേണ്ടത് കുറച്ച് കുടിവെള്ളം കൊടുക്കണം. അത് പൈപ്പിൽ എന്തിൽ കൊണ്ടുവന്നാലും ഇപ്പോൾ കൊടുത്താൽ തൽക്കാലം ആ മിണ്ടാപ്രാണിക്കൊരു സമാധാനം ഉണ്ടാകുന്നുള്ളതാണ് ഇതാകുന്നത്. നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യം ഈ ഭാഗത്ത് ഈ കൊമ്പൻ ഇന്ന് പുലർച്ചെ വന്ന സമയത്തുള്ള, അപ്പോൾ ജനവാസ മേഖലയിലൂടെ ഇത് സ്ഥിരമായിട്ട് വന്നു പോകുന്നത് തന്നെയാണല്ലേ? സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ആനക്കൂട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്നേ വരയ്ക്കും ഒരു മനുഷ്യനെ പോലും അറിഞ്ഞുകൊണ്ട് അതിൻ്റെ മേലെ ഇടിച്ചിട്ട് ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. അതല്ലാതെ ആന ഒരു കാരണവശാലും കൂട്ടത്തോടൊക്കെ ഇരിക്കുന്ന ഈ മിണ്ടാപ്രാണി ഒരാളിനെ പോലും ഇന്നേ വരയ്ക്ക് ഒരു ശല്യം ചെയ്യാത്ത ഏക സ്ഥലമാണ് മലമ്പുഴ. ഒരു 8 മാസത്തിൽ കൂടുതലായി ഡാമിനകത്ത് 40 ആനകൾ വരെ ഇരിക്കുന്നുണ്ട്. മലമ്പുഴ ഡാമിനകത്ത് ഇന്നേ വരയ്ക്ക് ഒരാളിനെ ആക്രമിക്കുക, കൊലപ്പെടുത്തുക ഒന്നും ചെയ്തിട്ടില്ല. മറ്റു പല ജില്ലകളിലൊക്കെ കൊന്നു ആന എന്നൊക്കെ പറയാറുണ്ടെങ്കിലും മലമ്പുഴയിൽ ഇത് സംഭവിച്ചു. നമുക്കിപ്പോൾ നിഖിൽ പ്രമേഷാണ് ചേർന്നത്. ഗോപിനാഥൻ പറഞ്ഞു, ഞാൻ SK ഒരു 100 രൂപ വിഷുക്കൈ നീട്ടമായി അയക്കും. എൻ്റെ പൈസ അധികമില്ല, റിട്ടയർഡായി. അങ്ങ് അയക്കണോ? അങ്ങ് ആലോചിക്കുക. അങ്ങയുടെ വിഷുക്കൈ നീട്ടം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അതല്ല, അങ്ങേക്ക് നിർബന്ധമാണ്, അങ്ങ് തീരുമാനമെടുത്തു പോയെങ്കിൽ ആ 100 രൂപ അയച്ചാൽ ഞാൻ ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് അത് മാറും. കാരുണ്യ പ്രവർത്തനത്തിനായി ആ 100 രൂപ ഉപയോഗിക്കും.